ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 4th ഡിസംബർ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങൾ ഈ ടെക് സ്റ്റോക്സ് മൂവ് ചെയ്യുന്നുള്ള കാര്യം, റുപ്പീൻ്റെ ഡിവാലുവേഷൻ കാരണം. സോ ഇന്നിപ്പം കാര്യമായിട്ട് മൂവ് ചെയ്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് TCS, ഇൻഫി, HCL ടെക്. അതിൽ പറഞ്ഞത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ IT സെക്ടർ ഇപ്പോൾ ഇനി ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇനിയിപ്പം സ്റ്റോക്ക് റൊട്ടേഷൻ ചെയ്യേണ്ട IT ആൻഡ് ഫാർമ സെക്ടറിൽ റൊട്ടേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ കൊഫോർജ് ആണ്. കൊഫോർജ് അതിൻ്റെ ഒരു ബുള്ളിഷ് ടെക്നിക്കൽ സിഗ്നൽ ഞാൻ കാണുന്നുണ്ട്. അതൊരു ബ്രേക്ക് ഔട്ടാണ് കാണുന്നത്. So that means I am seeing an inverse head and shoulder pattern, and potential price target is 2230 പോകാൻ സാധിക്കും. പിന്നെ ഇന്ന് നല്ലൊരു സ്റ്റോക്ക് ഞാൻ കണ്ടത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോയിൽ നിന്നൊരു ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോ കണ്ടിന്യൂസ് ടു ഒരു ലൂസിങ്ങിലാണ് ആ സ്റ്റോക്ക് കാണുന്നത്. പക്ഷേ അതൊരു ക്രിട്ടിക്കൽ സപ്പോർട്ടിലെത്തിയിട്ടുണ്ട് ഇൻഡിഗോ. അത് ഇന്ന് അതിൻ്റെ ഒരു DGCA ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു ഫ്ലൈറ്റ് ഡിസ്ട്രപ്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഇത് ഇൻഡിഗോൻ്റെ സ്റ്റോക്ക് എന്ന് കുറച്ച് ടാങ്ക് ചെയ്തത്. പിന്നെ വേറൊരു സ്റ്റോക്ക് എനിക്ക് പറയാനുള്ള ഈ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്സും നന്നായി പെർഫോം ചെയ്യും. കാരണം വെച്ചാൽ റുപ്പി ഡിവാലുവേഷൻ കാരണം $1 ക്യാൻ ബൈ മോർ റുപ്പി. സോ അതുകൊണ്ട് ബജാജ് ഓട്ടോ പോലത്തെ സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു സ്റ്റോക്ക് ഉണ്ട്, റൂട്ട് മൊബൈലാണ്. റൂട്ട് മൊബൈലിന് നല്ല വോളിയം കാണുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 10% റൂട്ട് മൊബൈൽ ഇൻക്രീസ് ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സിൽവർ പ്രൈസസ് ഓൾ ടൈം ഹൈയിലുള്ളത്. അതുകൊണ്ട് സിൽവർ പ്രൈസസിൻ്റെ കൂടുന്ന ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ പ്രൈസും കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടൊരു സ്റ്റോക്സുകളെല്ലാം വെച്ചാൽ PSU സ്റ്റോക്സ് ആണ് ഇന്നലെ മാർക്കറ്റിനെ പുൾ ഡൗൺ ചെയ്തത്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ അത് ഈ ഗവൺമെൻറ് FDI ലിമിറ്റ് ഈ FISന് PSUയിൽ കൊടുക്കുന്നത് FDI ലിമിറ്റിൻ്റെ അത് ഡിനൈ ചെയ്തു. അതുകൊണ്ടായിരുന്നു PSU സ്റ്റോക്സൊക്കെ ഇന്നലെ ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, എല്ലാ PSU ബാങ്ക്സും വളരെ ഡൗണിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുക വെച്ചാൽ നിഫ്റ്റി ചെയ്യുന്ന ഓൾമോസ്റ്റ് 26,100 ഞാൻ പ്രതീക്ഷിക്കുന്നത്. 26,098 വരെ എത്തി. അതിന് താഴോട്ടേക്കാണ് ഇപ്പം കുറച്ചൊരു കറക്ഷൻ കാണുന്നുണ്ട്. പക്ഷേ അഗെയിൻ ഐ തിങ്ക് ആഫ്റ്റർനൂണിൽ അത് പിക്കപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. സോ ആസ് ലോങ് ആസ് നിഫ്റ്റി ട്രേഡ്സ് above 26,000 I am a bullish in the market. Yesterday also I told you 26,000 above is a bullish trend ആണ്. ബിലോ 26,000 കുറച്ചൊരു ബിയറിഷ് സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഹാവ്